ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. ഇവിടെ കുറെ നേതാക്കന്മാരുണ്ടല്ലോ. എന്താ അംസാഖാന്റെ സ്ഥിതി? അംസാഖാന്റെ സ്ഥിതി എന്താ? അയാൾ MP ആയിട്ട് ഞങ്ങളവിടെ മത്സരിച്ച് ജയിച്ച ആളാ. ബട്ട് MP ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം അയാളെ വീട്ടില് ഒരു MP ആയിട്ട് ഞങ്ങളെ കൊട്ടപ്പുറത്ത് നന്ദി പറയാൻ വേണ്ടി ഒരു 5 പ്രാവശ്യം അയാളെ വരെ പോയത്. ബഹുമാനപ്പെട്ട സെയ്താർ കുട്ടിയാക്ക് അടക്കം വിളിച്ചു പറഞ്ഞിട്ട് അയാളെ വീട്ടിൽ പോയിട്ട് അയാൾ നമ്മളെ ഒരു പൊതുയോഗ മാർക്സിസ്റ്റ് പാർട്ടിയെ വളർത്താൻ വേണ്ടിയുള്ള പൊതുയോഗത്തിന് അയാൾ കുറെ നുണ പറഞ്ഞല്ലോ. അപ്പൊ അതിനും വേണ്ടി ആളുകളെ ഈ വോട്ട് കിട്ടാൻ വേണ്ടി ഇനിയും പ്രവർത്തിക്കണം വെച്ച് നന്ദി പറയാൻ വേണ്ടി അയാളെ വീട്ടിൽ പോയിട്ട് അയാൾ പറഞ്ഞിട്ട് കയറി ഇരിക്കുകയാണ്. അയാൾ ആദ്യം മത്സരിക്കണ പറഞ്ഞ് മുള്ളമ്പാറക്കാൻ ഫോൺ ചെയ്താൽ മതി, ഞാൻ ഇവിടെ എത്തുന്ന. നമ്മളവിടെ പോയിട്ട് അയാൾ എന്താ പറയാരോ ഇവിടെ കയറി ഇരിക്കുകയാണ്. നമ്മൾ കയറിന്നാൽ എന്തിനാ വന്നു ചോദിച്ചു. പൊതുയോഗത്തിന് അംശാക്കങ്ങളൊന്നും വരണം. ഞാൻ ആരാന്നൊക്കെ അറിയിച്ചു. ഞാൻ MP ആണ് നമ്മോട്. പിന്നെ പറയും ഞാൻ ന്യൂനപക്ഷ കമ്മീഷന്റെ അതാണ്, ഞാൻ മറ്റോടത്ത് ഇതാണ്, മാപ്പിളപ്പാട്ടിന്റെ ഒലക്കേന് ഇതുവല്ല. എത്ര ഇയാൾ ആരാ? ഇയാള് മാപ്പിളപ്പാട്ടിനെ പറ്റി എന്ത് ഒലക്ക ഇയാൾക്ക് തിരിയാ? ഇയാള് മാപ്പിളപ്പാട്ടിന്റെ കുലപതിയാ? അങ്ങനെ ഉണ്ടോ? ഇയാളിപ്പോ പട്ടുറുമാലിൽ പോയിട്ട് ജഡ്ജസാ. പട്ടുറുമാലിലെ ജഡ്ജസായിട്ട് പോയിക്ക അംസാക്ക. പട്ടുറുമാലിലെ ഒരു എപ്പിസോഡിന് 10,000 റുപ്യ കിട്ടും. പൈസ ഉണ്ടാക്ക. പിണറായി വിജയന്റെ റെക്കമെന്റിന് കയറി കൂടിയത് അവിടെ. മാപ്പിളപ്പാട്ടിന് ഒരു മണ്ണം കട്ടി ചിഞ്ഞിട്ടല്ല. അവിടെ പോയിക്കയാള്. എന്നിട്ട് പാട്ടിങ്ങനെ പാടും. പെൺകുട്ടികളെ കൈമക്കും കാൽമക്കും നോക്കിയിട്ട് ശ്രുതി പോരാ. എന്താ ശ്രുതി? ഇയാൾക്ക് ശ്രുതിനെ പറ്റി എന്താ അറിയോ? ഇയാളിങ്ങനെ വരാന്നിട്ട് ഇവരാണ് നമ്മളെ പാട്ടിനെ ഭരിക്കാൻ നടക്കുന്നത്. ഇയാളൊക്കെ വല്ല കഥ അറിയോ? ഒരു സാധാരണക്കാരന്റെ പ്രശ്നത്തിൽ ഇടപെടുമോ? ഇവിടെ എത്ര DYFIക്കാരുണ്ട്, എത്ര മാർക്സിസ്റ്റ് പാർട്ടിക്കാരുണ്ട്, എത്ര ആളുകളെ വീട്ടിൽ കല്യാണം നടക്കുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ അതിന് ഭയങ്കര വിഷമണ്ടേ. കല്യാണം നടക്കുമ്പോ ഈ കല്യാണം ഏതെങ്കിലും CPIMന്റെ നേതാക്കന്മാരോട് പോയി പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ കല്യാണത്തിന് ഏതെങ്കിലും ഒരു CPIMന്റെ നേതാവ്, ജില്ലാ സെക്രട്ടറിയോ ഈ അംസാഖാനെ പോലുള്ള ആളുകൾ പരിപാടി പങ്കെടുത്തിട്ടുണ്ടോ? ഞങ്ങളെ നാട്ടിൽ പങ്കെടുത്തിട്ടില്ല. ഇവർ വരും നാട്ടിലെ ബമ്പ പ്രമാണിമാരുടെ കല്യാണത്തിന്. ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ട് വലിയ വലിയ പ്രമാണിമാരുടെ കല്യാണം നടക്കുമ്പോ അംസാക്കൊക്കെ തലേന്ന് വന്ന് ഉത്തരപ്പാടെ. ഇവിടെ പാവപ്പെട്ടവന്റെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ പങ്കെടുക്കലാരാ? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാ. ഒരു സംശയമില്ല. ഞങ്ങളൊക്കെ എത്ര യോഗത്തിൽ ചർച്ച ചെയ്താ CPIMലെ ഒരു ആദർശവും മറ്റുള്ളതും പറഞ്ഞു നടക്കാന്നല്ലാതെ മുസ്ലിം ലീഗിലാണെങ്കിൽ എത്ര കാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട്. പാവപ്പെട്ടവൻ സുഖമില്ലാഞ്ഞ സഹായിക്കണ്, റിലീഫ് പ്രവർത്തനം നടത്തുന്നു. DYFI CPM ഏതെങ്കിലും റിലീഫ് പ്രവർത്തനം നടത്തുന്നുണ്ടോ? നടത്താനില്ലല്ലോ. വെറും ഫണ്ട് പിരിവല്ലേ നിങ്ങളുടെ അർത്ഥല്ലേ? DYFI ലോകത്തിൽ 2ാം സ്ഥാനത്താണല്ലോ. അടുപ്പാ 2ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്ത് ഇന്നോട് പറയണ്ട. ഞാൻ എന്റെ കാര്യങ്ങൾ ഇപ്പൊ തുറന്നു വരാൻ തയ്യാറായി കൊണ്ടിരിക്കുക. DYFI ഒരു 2ാം സ്ഥാനത്തല്ല. DYFIന്റെ മെമ്പർഷിപ്പ് ചേർത്തല എങ്ങനെ കൂടി കേട്ടോളേ. DYFIന്റെ മെമ്പർഷിപ്പ് ചേർത്തല 25 സഖാക്കളുള്ളവർക്ക് ഇവരെ എന്ത് പറയാ അറിയോ? 200 മെമ്പർഷിപ്പ് ചേർത്തണ സഖാവാര് തിട്ടൂറായിട്ട് അടിച്ചേൽപ്പിക്കും. ഈ 25 മെമ്പർഷിപ്പ് ഉള്ളവർക്ക് എങ്ങനെ 200 ചേർക്കുക? അപ്പൊ സഖാക്കൾ എന്ത് ചെയ്യാറിയോ? ഒരു മെമ്പർഷിപ്പ് 2 റുപ്യ. അപ്പൊ 400 മെമ്പർഷിപ്പ് 200 മെമ്പർഷിപ്പിന് 400 റുപ്യ ഉണ്ടാക്കിയാൽ മതി. ഒരു ദിവസത്തെ മണിക്കൂലി. ഓനെ പേരെ കുത്തറിഞ്ഞിട്ട് സകല RSSകാരും BJPക്കാരും മുസ്ലിം ലീഗുകാരന്റെ ഒക്കെ പേരാണ്ട് എഴുതിട്ട് ഇതേ സഖാവെ 200 ചേർത്തിനാർ കൊണ്ടുകൊടുക്കും. അങ്ങനെ യൂത്ത് ലീഗ് ചേർത്ത് വെച്ചാൽ ലോകത്തിൽ 1ാം സ്ഥാനാവൂലേ? ഞങ്ങളെ കഴിഞ്ഞ കൊല്ലത്തെ DYFIയുടെ കൊണ്ടോട്ടി ബ്ലോക്ക് സമ്മേളനം ഇവിടെ ഐക്കരപ്പടി ഒരു സ്കൂളിൽ വെച്ചിട്ട് ആ സ്കൂളില് മുറയുള്ള ഒരു സഖാവ് ചർച്ച പങ്കെടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ തിട്ടൂറായിട്ട് DYFIയുടെ മെമ്പർഷിപ്പ് ചേർത്തണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അടിച്ചേൽപ്പിച്ചാൽ ഈ കൊല്ലം തന്നെ ഞങ്ങൾ മെമ്പർഷിപ്പ് ചേർത്തത് കണ്ട അണ്ണാച്ചേർക്കും ആസാമേർക്കും BRF ഒക്കെ കൊടുത്തിട്ടാണ്. ഇനി ഞങ്ങളെ കൊണ്ട് ഇത് കഴിയൂല എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള മെമ്പർഷിപ്പെ ചേർത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് DYFIന്റെ മെമ്പർഷിപ്പ്. എന്നിട്ട് വലിയ യുവജന വിപ്ലവ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് നടക്കും. ഒരു യുവജന വിപ്ലവവും ഇല്ല ഇനി. എനിക്കറിയാം. അതുകൊണ്ട് വരിക DYFIക്കാരനോട് എനിക്ക് പറയാൻ എന്താ? ഇപ്പൊ നോക്കിങ്ങളെ MSP സ്കൂള്, മലപ്പുറം MSP സ്കൂള്. ഞാപ്പതാ മിഞ്ഞാന്ന് പെരിന്തൽമണ്ണ ഈ പുലാമന്തോട് പ്രസവിച്ചപ്പോ അവിടെ മിഞ്ഞാന്ന് വിജയരാഘവനൊക്കെ വന്നിട്ട് ഇന്നൊക്കെ ഈ കൊട്ടപ്പുറത്ത് ഈ അംസാക്ക പറഞ്ഞല്ലോ, കൊട്ടപ്പുറത്ത് ഒരു ബലാൽ ഇറങ്ങിന്. ഞാൻ ആളെ കണ്ടിട്ടും കൂടില്ല. നമീമത്ത് പറഞ്ഞ് വ്യത്യാസമൊക്കെ പറഞ്ഞായിരുന്നു. അയാൾ ഇന്നെ കണ്ടിട്ടില്ലെങ്കിൽ അയാൾ നല്ല ബോധത്തിന് വരെ ഉത്തർക്കുണ്ടാവില്ല. ഈ MSP സ്കൂളില്
MSP സ്കൂളില് ഈ MSP സ്കൂളില് ഇപ്പൊ ഈ 5 കൊല്ലം ഭരണത്തിന്റെ ഇടയ്ക്ക് ഒരു ഉറുപ്പി കൊടുക്കാതെ ആരൊക്കെ അവിടെ ടീച്ചർമാരായിട്ട് കയറ്റിയതെന്ന് സഖാക്കൾ കേട്ടോളി. ഹംസാഖാന്റെ മരുമകളെ ഞാൻ പേരിട്ടല്ലേ പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞാൻ ബക്കി നോട്ടീസ് അയക്കേ, ഞാൻ വെട്ടിക്കൊന്നാലും ഞാൻ പ്രശ്നമില്ല. ഹംസാഖാന്റെ മരുമകളെ അവിടെ സ്കൂളിൽ ടീച്ചറായി കയറ്റിക്ക. DYFIയുടെ ജില്ലാ സെക്രട്ടറി VP അനിലിന്റെ ഭാര്യനെ ടീച്ചറായി കയറ്റിക്ക. വിജയരാഘവ് MP പെങ്ങളെ പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഉണ്ണികൃഷ്ണന്റെ മകളെ DYFIയുടെ കേന്ദ്ര പ്രസിഡന്റ് ശ്രീരാമകൃഷ്ണന്റെ ബന്ധുവിനെ 5 ആളുകളെ അവിടെ MSP സ്കൂളില് ഒരു ഉറുപ്പ കൊടുക്കാതെ കയറ്റിയത് നിങ്ങൾക്ക് അറിയാങ്ങള്. എത്ര പാവപ്പെട്ട DYFIക്കാരോട് പണി തരില്ലാതെ M.Edും B.Edും TDC ഒക്കെ എടുത്ത് നടക്കണ്ടി. ഏതെങ്കിലും സാധാരണക്കാരനെ അവർ കയറ്റിയോ? ഹംസാഖാന്റെ മരുമകളക്കാരെ കയറ്റിയാർന്നല്ലെങ്കിൽ ഇത് അന്വേഷിച്ചു നോക്കി സഹാക്കളെ. എന്തിനാ നമ്മൾ ഇതിന്റെ കൊടിയും പടിയൊക്കെ പിടിച്ച് നടക്കണി? കിട്ടുന്ന വണ്ടിക്കാണ് തടിയെടുത്താ പോരാ നമുക്ക്. എന്തിനാണ് നമ്മൾ ഇത് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒക്കെ ഇവരെ നമ്മളെ സമരത്തിന്റെ ശക്തിയും നമ്മളെ പോരാട്ടത്തിന്റെ വീര്യമൊക്കെ ഇവർ പല മുതലാളി വർഗത്തിന് ചൂഷണം ചെയ്താണ് ഇവര് പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഇവര് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇവരെ നേടിയെടുക്കുക. നമ്മളെപ്പോലത്തോളം വെറുതെ ബലിയാടാകുക. ഈ പണിക്ക് നിൽക്കാതെ എനിക്ക് സഖാക്കളോട് പറയാനുള്ളത്, ഞാൻ എന്റെ പ്രസംഗം യൂത്ത് ലീഗാരനോ മറ്റുള്ളവരോ കേട്ടിട്ട് പരിചയം ഉണ്ടാവും. പക്ഷെ ഇങ്ങൊരു ഒരു മനുഷ്യനും DYFIയിലോ CPM-ലോ പ്രവർത്തിക്കരുത് എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ പാർട്ടി നേതാക്കന്മാരുടെ ഒരു അവസ്ഥ. ഇതിനെതിരെ വർത്താനം പറയുമ്പോ, ഇതിനെതിരെ ശബ്ദിക്കുമ്പോ എങ്ങനെ പാർട്ടി വിരുദ്ധരാകുക, ഇതിനെതിരെ പോരാടുമ്പോ എങ്ങനെ പാർട്ടി വിരുദ്ധരാകുക, എന്നിട്ട് പാർട്ടി വിരുദ്ധരായിട്ട് ആളുകളെ പുറത്താക്കുക. ഇതല്ല ഇവിടെ നടക്കുന്നത്. ഇപ്പൊ VS-ന്റെ വകുപ്പ് ഏതെങ്കിലും സഖാക്കൊക്കെ അറിയോ? ആലോചിച്ചേക്ക് VS-ന് വകുപ്പുണ്ടോ? ഇവിടെ കൂടെയുള്ള ലീഗാർക്ക് അറിയോ? ഒരു വകുപ്പില്ലല്ലോ. അയാൾ ആഭ്യന്തരവും വിജിലൻസും വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെപ്പോലത്തെ സഖാക്കൊക്കെ എന്താ മനസ്സിലായില്ലായിരുന്നു? കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ, മുനീർ സാഹിബിനെ, ഉമ്മൻചാണ്ടിനൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേക്കും. അപ്പൊ ഇയാൾക്ക് കൊടുക്കണം. ഇയാൾ കാരണം മുറിച്ചാ മുറിയാത്ത സഖാവല്ലേ നമ്മളെ സഹായിച്ചേല്. അടുപ്പാ മുറിച്ചാ മുറിയാത്ത ഇയാൾ ഒപ്പം നിൽക്കണോലെ സഹായിച്ചാത്ത ആളാ. ഇയാൾ ആളുകളാണ് ഈ പല സ്ഥലത്തും വെട്ടി നിർത്തപ്പെട്ടത് ഈ പിണറായി വിജയന്റെ ഈ കളിയോണ്ട്. ഇയാൾക്ക് ഏതെങ്കിലും വകുപ്പുണ്ടോ? ഇയാൾ വിജിലൻസും ആഭ്യന്തരമൊക്കെ ചോദിച്ചു. ഈ വിജിലൻസും ആഭ്യന്തരമൊക്കെ ചോദിച്ചപ്പം അയാൾക്ക് വിജിലൻസും ആഭ്യന്തരം കൊടുക്കാഞ്ഞത് ആരാ? കുഞ്ഞാലിക്കുട്ടി സാഹിബാ? അല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ആഭ്യന്തരം വിജിലൻസ് കൊടുക്കരുത് എന്ന് പറഞ്ഞത് ആരാറിയോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായ പിണറായി വിജയനും കോടിയേരിയോ. അതെന്താ അറിയോ? ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യാനല്ലാതെ ഈ പിണറായിനും കോടിയേരിയിലൊക്കെ ഉള്ളിലാണ് കൊണ്ടുപോയാല്. പിന്നെ കിളിരൂർ കേസിലെ VIP ഉണ്ടല്ലോ, അത് ആരാ? ഈ കോടിയേരിന്റെ ശ്രീമതിന്റെയും ഇവരൊക്കെ മക്കൾ തന്നെ. അതുകൊണ്ടാ കൊടുക്കാഞ്ഞത് അയാൾക്ക്. അല്ലാതെ നമ്മുടെ UDF-ന്റെ നേതാക്കന്മാരെ ഉള്ളിക്കിടലാണെങ്കിൽ അത് അജണ്ട പെട്ടല്ലേ CPM-ന്റെ കൊടുക്കണ്ടേ? എന്തുകൊണ്ട് കൊടുത്തില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക്? നിങ്ങൾ പരിശോധിച്ചു നോക്കി. എന്നിട്ട് അയാൾ ഒരു വകുപ്പില്ലാതെ മേപ്പട്ടും കീപ്പട്ടും നോക്കി നടക്കുക. അതല്ല ഇവിടുത്തെ ഭരണം. ഇതിനൊക്കെ വേറെ വർത്താന പറയണ്ടേ? നമ്മളൊക്കെ എന്താ പുറത്തിറങ്ങിയാലും CPM-മാരാണ് വേറെ വർത്താനം നമ്മളെ തൊള്ളേന്നൊക്കെ വരിക. ഈ മുസ്ലിം ലീഗിന്റെ പേര് ഉപയോഗിച്ചിട്ട് പറയാൻ പറ്റില്ലല്ലോ.